ഹായ്, ഐ എം സഫ്ന. ഞാൻ ലാസ്റ്റ് ടൈം എൻ്റെ പഴയ കമ്പനിയിൽ ഞാൻ റിസൈൻ ഇട്ട കാര്യങ്ങൾ അതൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇപ്പം ഞാനുള്ളത് എൻ്റെ പുതിയ കമ്പനിയിലാണ്. ഇതാണ് നമ്മുടെ ഓഫീസ്. ഇവിടെയാണ് എൻ്റെ ജോലി അതായത് വേൾഡ് ഓഫ് ആസ്റ്റോറിയ ബൈ ഹിൽട്ടൺ. റിസർവേഷനാണ്, അതായത് നമ്മൾ ഇവിടെ വരുന്ന ബുക്കിങ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഹാൻഡിൽ ചെയ്യാം. റിസർവേഷന് ബാക്ക് എൻഡ് ഓഫീസാണ്. അപ്പോൾ നമ്മൾ 3 പേരുണ്ട് ഇവിടെ. പിന്നെ ഈ ജോബ് എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് പറയാം. സോ ഞാനൊരു ഡിസംബറിൽ എപ്പോഴും അപ്ലൈ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ജനുവരിയിലാണ് എനിക്ക് ഫസ്റ്റ് കോൾ വരുന്നത്. ഫസ്റ്റ് കോൾ വന്ന സമയത്ത് എൻ്റെ പഴയ കമ്പനി വിസ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാതിരുന്ന് അത് കഴിഞ്ഞ് കമ്പനിയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ തിരിച്ച് ഒന്നുകൂടെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു, സ്റ്റിൽ ആ വേക്കൻസി ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അവർ റെസ്പോണ്ട് ചെയ്തു, അവർ കൺസിഡർ ചെയ്തു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ഫസ്റ്റ് റൗണ്ട് ഉണ്ടായി. ഫസ്റ്റ് റൗണ്ടിൽ അവർ നമ്മുടെ അടുത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണോ ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു മാനേജർ, സൂപ്പർവൈസർ ആരെങ്കിലും ഇൻ്റർവ്യൂ ചെയ്യും. എല്ലാം വീഡിയോ കോളാണ്. അത് കഴിഞ്ഞ് അതിലാണെങ്കിലും നിറയെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസൊക്കെ ചെക്ക് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഓരോ ഇൻ്റർവ്യൂസും. തേർഡ് റൗണ്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ പരിപാടി അതുണ്ട്. അതിന് നമ്മുടെ പഴയ കമ്പനിയുടെ 2 റെഫറൻസ് വേണം. പിന്നെ നമ്മുടെ നോർമൽ പാസ്പോർട്ട്, ഡോക്യുമെൻറ്റ്സ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് കൊടുത്തിട്ട് അങ്ങനെയാണ് എനിക്ക് ജോബ് കിട്ടിയത്. അപ്പം ഹിൽട്ടൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ചിലപ്പോൾ ഞാൻ പഴയ കമ്പനി വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഇവർ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാ ഫെസിലിറ്റീസും അടിപൊളിയാണ്, നല്ല താമസ സൗകര്യമുണ്ട്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യും. അതായത് നമ്മുടെ അക്കോമഡേഷൻ ഓൾറെഡി തരുന്നുണ്ട്. അവിടെ തന്നെ നമുക്കിപ്പോൾ എൻ്റെ ബിൽഡിങ്ങിൽ നിന്നാണെങ്കിൽ എനിക്ക് താഴത്ത് ജസ്റ്റ് ഇറങ്ങുമ്പോഴത്തേനും ഇന്ന ടൈമിന് ബസ്സുണ്ട്. അപ്പോൾ അതിൽ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ ഓഫീസിൻ്റെ നമ്മുടെ തന്നെ കഫറ്റീരിയ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബഫേ ഫുഡ് കിട്ടും. എല്ലാം അൺലിമിറ്റഡാണ്, നല്ല ഫുഡാണ്. അപ്പോൾ നല്ല ഫുഡാണ്, കുഴപ്പമില്ല. പിന്നെ ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാ പൊസിഷനും അവർ യൂണിഫോംസ് ഉണ്ട്. നമുക്ക് ഫോർമൽസ് എക്സിക്യൂട്ടീവ് ഡ്രസ്സിങ് കീപ്പ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ അപ്ലൈ ചെയ്ത് നോക്കുവാണെങ്കിൽ മോർ ദാൻ 2000 എന്തായാലും 2000 എബോവ് ജോബ്സ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മതി, ഇത്രയും അപ്ലൈ ചെയ്തിട്ട് കോൾസ് വരുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ മുഴുവൻ ഡൗൺ ആവും. പക്ഷേ ഇങ്ങനെ ഭയങ്കര ഒരു നല്ലൊരു ജോബ് കിട്ടും എന്നുള്ളതിലിങ്ങനെ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കിട്ടിയത്. എൻ്റെ പഴയ കമ്പനിയൊക്കെ എനിക്ക് നോർമലി ഇങ്ങനെ ലിങ്ക്ഡിനിൽ വെറുതെ കൊടുക്കുമ്പോൾ കിട്ടിയതാണ്. ഇത് ഇങ്ങനെയുള്ളത് ഇപ്പോഴുള്ള ജോബ് എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാത്തു നിന്ന് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്ത് പിന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് അറിയുന്നതുകൊണ്ട് ഇങ്ങനൊരു ജോബ് കിട്ടാൻ വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഐ എം സോ ഹാപ്പി. പിന്നെ ഞാൻ എൻ്റെ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, താങ്ക് യു.